ഞാൻ ഡോക്ടർ സുനിത മാത്യു, സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒഫ്തൽമോളജി ആസ്റ്റമിംസ് കോഴിക്കോട്. ഈ ആഴ്ച നമ്മൾ വേൾഡ് ഗ്ലോക്കോമ വീക്ക് ആയിട്ട് ആചരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഗ്ലോക്കോമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ണിന്റെ പ്രഷർ വേരിയേഷൻ കാരണം കണ്ണിന്റെ ഞരമ്പിനെ ഡാമേജ് ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മളുടെ വിഷനും ഫീൽഡ് ഓഫ് വിഷനെ എഫക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ പ്രഷേഴ്സ് ചിലപ്പം ക്രമേണ കൂടാം, ചിലപ്പം പെട്ടെന്നൊരു അക്യൂട്ട് റൈസ് ഓഫ് പ്രഷർ ആകാം. അപ്പം നമ്മൾക്കത് ടെസ്റ്റുകൾ കൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഗ്ലോക്കോമിനെ പൊതുവെ പറയുന്നത് സൈലന്റ് തീഫ് ഓഫ് സൈറ്റ് ആണ്. അത് നമ്മൾ ചിലപ്പോൾ നമുക്ക് സിംറ്റംസ് ഒന്നും ഇല്ലാതെയും ശ്രദ്ധിക്കാതെ പോയാൽ അഡ്വാൻസ്ഡ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് തിരികെ കാഴ്ച കിട്ടാനുള്ള സാധ്യത ശൂന്യമാണ്. അതുകൊണ്ട് നേരത്തെ കണ്ടുപിടിച്ച് പ്രോപ്പർ ചെക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഗ്ലോക്കോമ ഉണ്ടോ ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ യൂഷ്വലി ഒരു 40 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാരെയാണ് സ്ക്രീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേസ് ലൈൻ ഐ ടെസ്റ്റിംഗ് 40 വയസ്സ് കഴിഞ്ഞുള്ള എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്. എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി ഗ്ലോക്കോമ ഉള്ളവർ, ഷോർട്ട് സൈറ്റ് മയോപ്പിയ ഉള്ളവർ, പിന്നെ ഈ സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ്, സ്റ്റിറോയിഡ് മെഡിസിൻസ് വേറെ കാരണത്താൽ കഴിക്കുന്നവർ, മൈഗ്രെയിൻ ഹിസ്റ്ററി ഉള്ളവർ, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഹൈ റിസ്ക് ഗ്രൂപ്പ്സാണ്. അപ്പോൾ ഇവരിൽ പ്രോപ്പർ സ്ക്രീനിങ് അവരുടെ ഫിസീഷ്യൻ വഴി ഒഫ്തൽമോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കറക്റ്റായിട്ട് വിട്ട് സ്ക്രീൻ ചെയ്യേണ്ടതാണ്. ഐ ടെസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബേസ് ലൈൻ ആയിട്ട് കണ്ണിൻ്റെ പ്രഷർ നോക്കും, പിന്നെ മരുന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ സ്ഥിതി നോക്കും, അതിൽ ഓപ്റ്റിക് ഡിസ്ക് അതിൻ്റെ ഷേപ്പ് സൈസൊക്കെ നോട്ട് ചെയ്യും. അതേപോലെ നമ്മൾ വിഷ്വൽ ഫീൽഡ് അസസ്മെൻറ്റ് ചെയ്യും. പേഷ്യൻ്റ് നേരെ നോക്കുമ്പോൾ പേഷ്യൻ്റെ സൈഡ് വിഷൻ എത്രത്തോളം എഫക്റ്റഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ചെയ്യുക. അതല്ലാതെ കൃഷ്ണമണിയുടെ കട്ടി, പിന്നെ റെറ്റിനൽ നെർവ് ഫൈബർ അനാലിസിസ്, ഇതൊക്കെയാണ് ബാക്കി ടെസ്റ്റുകൾ. അപ്പോൾ ഈ ടെസ്റ്റൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ പേഷ്യന് നമ്മൾ ക്ലോസ് ഫോളോ അപ്പിൽ വെക്കും. ബിക്കോസ് നമ്മളുടെ മെയിൻ എയിം ഇസ് നമ്മൾക്ക് ഉള്ള കാഴ്ച മെയിൻറ്റെയിൻ ചെയ്യുക, പ്ലസ് പേഷ്യൻ്റെ ഫീൽഡ് ഓഫ് വിഷൻ പ്രിസർവ് ചെയ്യുക, സോ ദാറ്റ് പേഷ്യൻ്റ് ഹാസ് എ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്.